ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ്, ചോറ് വല്ലാതെ അങ്ങ് കൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മസാലയും ചോറും ഒന്നാകെ മിക്സായി മച്ചിബൂസ് അല്ലെങ്കിൽ പുലാവൊക്കെ പോലെ ആയി പോകുന്നു എന്ന്. ഇന്ന് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുക്കറിൽ ബീഫ് ബിരിയാണി വെക്കുന്നതാണ് കാണിക്കുന്നത്. റൈസ് വേവിക്കുന്നതും ദമ്മിടുന്നതും എല്ലാം ഒരുമിച്ച് കുക്കറിൽ തന്നെയാണ്. റൈസ് വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ തരി പോലെ ആവി പുറത്തു പോകാതെ ദമ്മാവുന്നത് കൊണ്ട് ആ ബീഫെല്ലാം നന്നായി വെന്ത് ബീഫിൻ്റെ ഫുൾ ഫ്ലേവർ റൈസിൽ പിടിച്ചിട്ട് റൈസ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഈ ബിരിയാണിയുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് മസാല വഴറ്റേണ്ട എന്നതാണ്. പക്ഷേ സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുക്കറിൽ നല്ല നാടൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ആദ്യം ബീഫ് വേവിക്കുന്നതിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം. ഒരു കുടം വെളുത്തുള്ളി, 2 വലിയ കഷ്ണം ഇഞ്ചി, എരിവിനനുസരിച്ച് പച്ചമുളക്, ഇവ ഒന്ന് ചതച്ചെടുക്കണം. ഇവിടെ ഞാൻ ബീഫ് നല്ല പോലെ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. 1 കിലോ ബീഫ് വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി വെക്കുന്നത്. അതുകൊണ്ട് 6 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് 3 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ ബിരിയാണി വെക്കുമ്പോൾ 1 കിലോ ചിക്കൻ അല്ലെങ്കിൽ ബീഫിലേക്കൊക്കെ 2 തക്കാളിയാണ് ചേർക്കൽ. പക്ഷേ ഇതിൽ ഞാൻ 1 തക്കാളി കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. പൊടികളായിട്ട് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് ബീഫ് ഒന്ന് വേവിക്കാം. വെള്ളം തരി പോലും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. ബീഫ് വേവുന്ന സമയം കൊണ്ട് അരി കഴുകി വെള്ളത്തിൽ കുതിർക്കാനിടാം. അതുപോലെ സബോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അരി ഞാൻ 1 കിലോ ബീഫിലേക്ക് 3.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് അരമണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിനുശേഷം സബോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചട്ടി ചൂടാക്കി 2 ടേബിൾ സ്പൂൺ നെയ്യും ബാക്കി ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ചൂടായാൽ നൈസായി അരിഞ്ഞ സബോള ചേർത്ത് കൊടുക്കാം. 4 വലിയ സബോളയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. സബോള മുഴുവൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും വറുത്തു കോരാം. നമ്മൾ വേവിക്കാൻ വെച്ച ബീഫ് 1 വിസിലൊക്കെ വന്ന് ഫ്ലെയിം ഓഫാക്കി അതിലെ പ്രഷർ മുഴുവൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് അതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. പല ബീഫിൻ്റെയും വേവ് പലതരത്തിലായിരിക്കും. നിങ്ങൾ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ എത്ര വിസിലടിച്ചിട്ടാണോ വേവിക്കാറ് അതിനേക്കാൾ 1-2 വിസിൽ കുറച്ച് വേവിക്കുക. ബാക്കി വേവ് വെള്ളം വറ്റിക്കുമ്പോഴും ദമ്മിടുമ്പോഴൊക്കെ ആയിക്കോളും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ബീഫ് മസാലയുടെ മുകളിൽ അരിയിട്ട് വെള്ളമൊഴിച്ച് അരി വേവിക്കുന്നതല്ലേ, അതുകൊണ്ട് വെള്ളം മുഴുവനായിട്ട് വറ്റിക്കാമെന്ന് വിചാരിച്ച് മസാല ഡ്രൈ ആക്കി എടുക്കരുതേ. കുറച്ച് ഗ്രേവി മസാലയിൽ വേണം. നമ്മൾ അരിയിലേക്ക് ഒഴുക്കുന്ന വെള്ളം ബീഫിലേക്ക് എത്തില്ല. അതുകൊണ്ട് മസാലയിൽ കുറച്ച് ഗ്രേവി ഇല്ലെങ്കിൽ ദമ്മിടുന്ന സമയത്ത് മസാല അടിയിൽ പിടിക്കും. വെള്ളം പകുതിയോളം ഒന്ന് വറ്റി വന്നാൽ അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയിലയും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അത് രണ്ടും കൂടി ഏകദേശം 1/2 കപ്പുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കാം. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സബോളയും ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കൈപ്പിടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ബാക്കി നമുക്ക് റൈസ് ഇട്ടതിന് ശേഷം ചേർക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റിക്കാം. ഇത്ര വറ്റിയാൽ മതി കേട്ടോ വെള്ളം. ഇനി നമുക്കതിന് മുകളിലായിട്ട് കഴുകി വെള്ളം വാർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഒരു പാത്രത്തിൽ 3.5 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം കുറച്ച് 3 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ അരി വേവിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് വെള്ളം കുറച്ച് 1.5 കപ്പ് എടുക്കാം. ഈ വെള്ളം നമുക്ക് ബീഫിന് മുകളിൽ ഇട്ടിരിക്കുന്ന അരിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്ത ബാക്കി സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ചേർക്കാം.
കുറച്ച് സെർവ് ചെയ്യുമ്പോൾ ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സബോള ഫ്രൈ ചെയ്ത ഓയിലിൻ്റെയും നെയ്യിൻ്റെയും മിക്സ് കുറച്ച് ഒഴിച്ചെടുക്കാം. എണ്ണയും നെയ്യൊന്നും അധികം ഉപയോഗിക്കാത്തവർക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ലാസ്റ്റായിട്ട് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ അരി മാത്രമായിട്ട് മിക്സ് ചെയ്യണം. അടിയിലുള്ള ബീഫും അരിയും ഒരിക്കലും മിക്സ് ആക്കരുത്. ഇനി നമുക്ക് മൂടി വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. വിസിൽ വരാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിലായതുകൊണ്ട് 20 മിനിറ്റിനുള്ളിൽ വിസിൽ വരില്ല, അത് വേറെ കാര്യം. ലോ ഫ്ലെയിം എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. ഒരു സ്റ്റവ് അല്ലെങ്കിൽ കുക്ക് റേഞ്ചൊക്കെ ആകുമ്പോൾ അതിൽ പല സൈസിലുള്ള ബർണർ ഉണ്ടാവില്ല. അപ്പോൾ ഏത് സൈസിലുള്ള ബർണറിലാണ് ലോ ഫ്ലെയിമിൽ വെക്കേണ്ടതെന്ന്. ഞാൻ മിക്കപ്പോഴും മീഡിയം സൈസിലുള്ള ബർണറിലാണ് കുക്ക് ചെയ്യാറ്. അതായത് നല്ല വലിയ ബർണറിലോ അല്ല, തീരെ ചെറിയ ബർണറിലോ അല്ല. അതിൻ്റെ ഇടയിലെ സൈസിലുള്ള ബർണറിൽ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി കുക്കറിലെ പ്രഷർ മുഴുവനായി പോയി കഴിഞ്ഞാൽ നമുക്ക് മൂടി തുറക്കാം. റൈസിൽ നിന്നും പകുതിയോളം ഒരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ മസാലയും ബാക്കി റൈസ് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. ഈ ബിരിയാണിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സവാളയൊക്കെ വഴറ്റി കുറേ സമയമെടുത്ത് ചെമ്പിലൊക്കെ വെക്കുന്ന ബിരിയാണിയേക്കാൾ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ഈ കുക്കർ ബിരിയാണിയാണ്. ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും. ഈ സെയിം മെത്തേഡിൽ വെള്ളമൊക്കെ കറക്റ്റ് അളവിൽ എടുക്കുകയാണെങ്കിൽ കുഴഞ്ഞു പോകാതെ ചോറ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോയും റെസിപ്പിയും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.